കന്യാമറിയത്തിൽ ഒരുവൻ ജനിക്കും. അവൻ വരുന്നത് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയല്ല, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഹല്ലേലൂയ. ഇവിടെ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ പല പ്രാവശ്യം പോയി, എനിക്ക് വിടുതൽ കിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, വിടുതൽ കിട്ടിയില്ലെങ്കിലും നീ വരണം. കാരണം വിടുതൽ കിട്ടിയില്ലെങ്കിലും നീ സ്വർഗത്തിൽ കാണും, പക്ഷെ പാപം ഉണ്ടെങ്കിൽ നീ സ്വർഗത്തിൽ കാണത്തില്ല. അപ്പൊ നിന്റെ വിടുതലിനേക്കാൾ വലുതാണ് നിന്റെ രക്ഷ. ഹല്ലേലൂയ. നിങ്ങൾ രോഗിയായി വന്നു, ഒരു സൗഖ്യം കിട്ടിയില്ല, പക്ഷെ രോഗിയായിട്ട് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ കാണും. ഹല്ലേലൂയ. നിങ്ങൾ കടഭാരമായി ഇവിടെ വന്നു, കടഭാരം മാറിയില്ല, നിങ്ങൾ കടഭാരത്തിൽ മരിച്ചാലും നിങ്ങൾ സ്വർഗത്തിൽ കാണും. പക്ഷെ പാപിയായിട്ട് നിങ്ങൾ വന്നു, പാപിയായി തിരിച്ചു പോയാൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ കാണത്തില്ല, നിങ്ങൾ തലയും കൊത്തി നരകത്ത് പോകും. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പാപിയായി നിങ്ങൾ വന്നു, നിങ്ങളുടെ പാപത്തിന് വേണ്ട പരിഹാരം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഭൗതികം നന്നാകണം, നിങ്ങളുടെ ആരോഗ്യം നന്നാണ്. അപ്പം നിങ്ങൾക്ക് നല്ല സൗഖ്യം കിട്ടി, നിങ്ങളുടെ ഭൗതികമൊക്കെ മെച്ചപ്പെട്ടു, നിങ്ങൾക്ക് യേശുവിനെ രക്ഷകനായിട്ടോ സ്വീകരിക്കേണ്ട, നിങ്ങൾക്ക് കടഭാരം മാറണം, നിങ്ങളുടെ രോഗം സൗഖ്യമാണ്. ഇതിന് രണ്ടും റെഡിയായി. പക്ഷേ നിങ്ങൾ പോകുന്ന വഴി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകത്തില്ല, നിങ്ങളുടെ ആത്മാവ് തലയും കൊത്തി നരകത്തിലേക്ക് വീഴും. അപ്പൊ ഇവിടെ ധനവാനായി ജീവിച്ചിട്ട് സ്വർഗത്തിൽ നരകത്ത് പോകുന്നതിനേക്കാൾ ഇവിടെ ഇച്ചിരി കഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയില്ലെങ്കിലും രണ്ട് ധൈര്യത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കയറാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വലുത് നിങ്ങളുടെ ബിസിനസ് ആണോ? നിങ്ങളുടെ വലുത് നിങ്ങളുടെ സൗഖ്യമാണോ? അല്ല, നിങ്ങൾ ഏറ്റവും വലുത് നിങ്ങളുടെ റൈച്ചസ്നെസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ പാപത്തെ കഴുകുവാനാണ് യേശു വന്നത്.